വെള്ളാർമല സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. മാഷെ നമസ്കാരം. മാഷെ, ഈ സ്കൂളിൽ വെള്ളാർമലയിൽ വെള്ളം കയറി, ഈ സ്കൂളിൽ എന്തൊക്കെ അത്യാഹിതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് താങ്കൾ അധികാരികളോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? സാർ, ഞാനിപ്പോൾ അവിടെ സ്ഥലത്തില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ഞാനിപ്പോൾ തിരിച്ചു കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ തൃശ്ശൂരായിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നെങ്കിലേ എനിക്ക് കാര്യങ്ങളൊക്കെ. അങ്ങേക്ക് ടെലിഫോണിൽ അങ്ങയുടെ സഹപ്രവർത്തകരിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ഈ സ്കൂളിനെ കുറിച്ച് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്? സ്കൂളിന്റെ സ്കൂളിന്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ. ഓക്കെ, പിന്നെ പറഞ്ഞോളൂ. എനിക്ക് അങ്ങയുടെ വിഷമം മനസ്സിലാവും. സ്വന്തം കുട്ടികൾ ഈ ദുരന്തത്തിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള ആദ്യം അദ്ദേഹത്തെ വല്ലാതെ തളർത്തുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും മഴക്കെടുതികളുടെ വാർത്ത വരുന്നു. തൃശ്ശൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കുന്നംകുളം റോഡിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ വെള്ളം കയറിയെന്ന വാർത്ത വരുന്നു. അതുപോലെ വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ എല്ലാവിധമായ ജാഗ്രതയും പാലിക്കണം. അതുപോലെ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. കനത്ത മഴ കേരളത്തിൻ്റെ പല ജില്ലകളിലും തുടരുകയാണ്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വയനാട്ടിൽ നിന്നുള്ള ഈ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ഹാഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുന്നു. ഹാഷ്മി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ വെള്ളാർമല സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ തളർന്നുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദുരന്ത ഭൂമിയിൽ പോയി റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് മനസാക്ഷിയുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നിരുന്നാലും ഈ ദുരന്ത മണ്ണിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായും എസ്കേൻ, മൃതദേഹങ്ങൾ കൺമുന്നിൽ കൂടി പോകുന്ന കാഴ്ച മനുഷ്യരായി പിറന്ന ആർക്കും താങ്ങു നിൽക്കാൻ കഴിയുന്നതല്ല. ദുരന്തഭൂമി പോയി റിപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മാനസികാവസ്ഥ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വാർത്തകൾ പുറത്തേക്ക് പറഞ്ഞാൽ മതിയാവും എസ്കേൻ. നമ്മളവിടെ മാനസികമായി തളർന്നിരുന്നിട്ട് മാനസികമായി തളർന്നെങ്കിൽ കൂടിയും അത് അങ്ങനെ ഇരിക്കൽ പ്രസക്തമല്ല. ഇപ്പോൾ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് വാക്കുകൾ മുഴുമിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ പോയ സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ 3ഓളം കുട്ടികളെ കാണാതായെന്ന് പറയുമ്പോൾ അദ്ദേഹം വിതുമ്പിക്കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എസ്കേൻ, ഒരു ചോദ്യം കൂടെ എന്തായാലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ വെള്ളാർമല സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്ര പേരുണ്ടായിരുന്നു? ക്യാമ്പ് അങ്ങനെ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചിരുന്നൊരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തെ ഒരു തരത്തിൽ അത്രത്തോളം ഒരു തളർന്ന മനുഷ്യനെ നമ്മൾ കാണുകയാണ്.